വളരെ ഹാപ്പി ആണെന്ന് സാറ് പറയുമെങ്കിൽ പോലും അത്ര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. 13-ാം തീയതി തുടങ്ങും സാർ നമ്മളുടെ എക്സാം അല്ലെ. വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മക്കളെ പറയൂ. അപ്പൊ മക്കളെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഹാപ്പി ആണെന്ന് സാറ് പറയുമെങ്കിൽ പോലും അത്ര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ സാധാരണ നമ്മൾ എല്ലാ വർഷവും ഞാൻ പഠിക്കുന്ന സമയത്തും മാർട്ടി അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഒരു സാധനമാണ് ഈ അക്കാദമിക് കലണ്ടർ എന്ന് പറയുന്നത്. ഈ അക്കാദമിക് കലണ്ടർ വന്നു കഴിഞ്ഞു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ആ കാര്യം എന്താണെന്നുള്ളത് വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയ പണിയുണ്ട്, ചെറിയൊരു പണി, ചെറുതായിട്ടൊരു പണി. എല്ലാ മാസത്തെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവും എന്താണ് ആ പണി എന്നുള്ളത്. നമ്മുടെ തമ്പ് നോക്കുമ്പോഴും ഇത് കരഞ്ഞുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നൊരു ഡൗട്ട് ഉണ്ട്. ഏതായാലും നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും +1, +2 ഒക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കല്ലേ. മൂവിംഗ് ടു ദ വിദ്യാഭ്യാസ കലണ്ടർ. വിദ്യാഭ്യാസ കലണ്ടറിലേക്ക് കിടക്കുമ്പോൾ ജൂൺ മാസം അല്ലെ. ജൂൺ മാസത്തിൽ ലീവ് കഴിഞ്ഞിട്ടുണ്ട്. 25-ാം തീയതി മുഹറത്തിന്റെ ഒരു ലീവ് അവർക്ക് കിട്ടി കഴിഞ്ഞു. ഇല്ല, ഇത് മാസം ജൂൺ ആണ്. ഇന്ന് ജൂൺ 2 ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ജൂൺ 2 ആണ്. നിങ്ങൾക്ക് വരുന്ന സമയത്ത് 25-ാം തീയതി മുഹറത്തിന്റെ ഒരു ലീവ് ഒറ്റ ലീവാണ് ജൂണിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന ഒരേ ഒരു ലീവ് മാത്രമാണ്. പിന്നെ സെക്കൻഡ് സൺഡേസ് ലീവ് ഉണ്ട്. അതുപോലെ തന്നെ സാറ്റർഡേകളിൽ എല്ലാ ദിവസവും ലീവ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം 27-ാം തീയതി എക്സ്ട്രാ വർക്കിംഗ് ഡേ ആണ്. പ്രശ്നം പണി 25-ാം തീയതി അവർ ലീവ് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു കരയിപ്പിക്കുന്ന വാർത്ത 27-ാം തീയതി അവരെന്ത് ചെയ്യാ തരുകയാണ്. അത് അവർ എടുക്കുമെന്നാ പറഞ്ഞു. ഞാൻ ഇങ്ങനെ എടുക്കുകയെന്നാ പറഞ്ഞത്. യെസ്, നെക്സ്റ്റ് ജൂലൈയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും സന്തോഷ വാർത്തയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒറ്റ ലീവും തന്നിട്ടില്ല. ഒരു ലീവും അവർ തന്നിട്ടില്ല. സാറ്റർഡേ സൺഡേസ് ലീവാണ്. അവിടെ എക്സ്ട്രാ വർക്കിംഗ് ഡേയ്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പഠനമാണ് ലഹരി എന്ന് അവരെന്നെ പറയുന്നുണ്ട്. പഠിച്ചോളൂ. ഇതിൽ ജൂണിൽ നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ ക്ലാസ് വരുന്നത് UP ഹൈസ്കൂളിൽ മാത്രമാണ്. LP കുട്ടികൾക്ക് ലീവാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും ലീവാണ്. ഓക്കെ, മൂവിംഗ് ടു ദി നെക്സ്റ്റ്. ആഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഓഗസ്റ്റിലാണെങ്കിൽ കർക്കിടകമുണ്ട്. പക്ഷേ പകുതി ദിവസമായിരിക്കും ലീവ് ഒന്നായിരിക്കില്ല. ഫുൾ ഡേ ലീവ് ഉണ്ടാവുമോ? ഫുൾ ഡേ ലീവ് ഉണ്ടോ? അതുപോലെ തന്നെ ആഗസ്റ്റിൽ കുറെ ലീവുകൾ, കൂട്ട ലീവാണ്, കൂട്ടവധിയാണ്. പക്ഷെ നമുക്ക് മിസ്സായ ഒരു സാധനം ഇവിടെ ഉണ്ട്. സ്വാതന്ത്ര്യ ദിനം 15-ാം തീയതി ശനിയാഴ്ച ഇതിലേക്ക് ലീവുള്ള ദിവസമാണ്. ഒന്ന് ആഘോഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ആഘോഷിക്കണം, നമ്മൾ ആഘോഷിക്കണം. പക്ഷെ അതൊരു സാറ്റർഡേയിലേക്ക് പോയി. പിന്നെ നമുക്ക് ഓണം വെക്കേഷൻ വരുന്നുണ്ട്. അതിലേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം 13-ാം തീയതി തുടങ്ങും സാർ നമ്മളുടെ എക്സാം അല്ലെ. 1ാം പാദവർഷ പരീക്ഷ 13-ാം തീയതി ആരംഭിച്ച് 21-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓണം എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റ് 13-ാം തീയതി. അതായത് ഇനി കൃത്യം പറഞ്ഞാൽ 47 വർക്കിംഗ് ഡേയ്സും കൂടിയേ ഉള്ളൂ. ഈ 47 വർക്കിംഗ് ഡേയ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ 1ാം പാദവാർഷിക പരീക്ഷ ഒന്നുമല്ല നമ്മൾ പഠിച്ചത്. നമ്മൾ ഒന്നാമതെത്തും. ആർക്കെക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാമതെത്തിയിരിക്കും. ആർക്കും ആവാം ടോപ്പർ. സാറിന് ക്യാപ്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് അത് വേറെ സാധനത്തിലേക്ക് പോയി. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 22-ാം തീയതിയാണ് നമ്മുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം 30-ാം തീയതി വരെ, ഓഗസ്റ്റിൽ തന്നെ 30-ാം തീയതി വരെ അവധിയാണ്. ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ട് 10 ദിവസം, 9 ദിവസം. യെസ്, അപ്പൊ 9 ദിവസം. അത് കഴിഞ്ഞ് നമ്മൾ 31-ാം തീയതി വീണ്ടും സ്കൂളിലേക്ക്. ഓഗസ്റ്റ് മാസം പൊതുവെ സന്തോഷമുള്ള മാസമാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പരീക്ഷ കൂടി ഉണ്ട്. എക്സാം കഴിഞ്ഞ സന്തോഷമാണല്ലോ അല്ലെ. യെസ്, മൂവിംഗ് ടു ദി നെക്സ്റ്റ്. സെപ്റ്റംബർ മാസം നിങ്ങൾ പേടിക്കേണ്ട അടിപൊളി മന്താണ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ. ലീവില്ല. 4-ാം തീയതി വെള്ളിയാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ലീവ് ഉണ്ട്. സെപ്റ്റംബർ 5 ശനിയാഴ്ചയാണ് അധ്യാപക ദിനമാണ്. ആഘോഷിച്ചോളൂ. അത് ഹൈസ്കൂളിൽ വർക്കിംഗ് ഡേ ആണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ ആ കാര്യം തീരുമാനം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 26-ാം തീയതി വീണ്ടും എക്സ്ട്രാ. അപ്പൊ ഹൈസ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിൽ 2 എക്സ്ട്രാ ക്ലാസ്സുകളുണ്ട്. വെരി ഗുഡ്. ഇനി നമ്മൾ പോകുന്നത് ഒക്ടോബറിലേക്ക്. ഗാന്ധി ജയന്തി ഉണ്ട്. 2-ാം തീയതി ഒരു അവധിയുണ്ട്. പക്ഷേ 2-ാം തീയതി അവധിയാണെങ്കിൽ 3-ാം തീയതി ക്ലാസ് ഉണ്ട്. ഒരു പ്രശ്നമില്ല. 3-ാം തീയതി ക്ലാസ് ഉണ്ട്. ഡോണ്ട് വറി. പിന്നെ നമുക്ക് മഹാനവമി 20, 21 അവരെന്ത് ചെയ്യാ 2 ദിവസം ലീവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ലീവ് എല്ലാർട്ടി. പക്ഷേ നമുക്ക് ലീവ് എല്ലാർട്ടി 24-ാം തീയതി 20, 21 നിങ്ങൾക്ക് ലീവാണ്. നിങ്ങൾക്ക് ലീവില്ല. ആ കാര്യം തീരുമാനമായി. അപ്പൊ 20, 21 ലീവ് ആണെങ്കിൽ 24-ാം തീയതി സാറേ ഈ 2 ദിവസം നിങ്ങൾ ആഘോഷിച്ചോളൂ. പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം നിങ്ങൾ ആഘോഷം വീണ്ടും എന്ത് ചെയ്യണം, മാറ്റിവെച്ച് നമ്മൾ സ്കൂളുകളിലേക്ക് നിങ്ങൾ തിരിച്ചെത്തണം. ഇത് LP, UP ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും.
അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഗവൺമെന്റ് ഫ്രീ ആക്കി വിടില്ല, വിട്ടു തരില്ല എന്നാ പറയുന്നത്. നെക്സ്റ്റ് ഡിസംബർ മാസത്തിലേക്ക് നവംബർ മാസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സന്തോഷ വാർത്തയാണ്. രസകരമായിട്ടുള്ള കലണ്ടറാണ് നവംബർ മാസം എന്ന് മനസ്സിലാക്കുക. ഒരു ലീവ് പോലും നവംബർ മാസം നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക. ഭയങ്കരമായിട്ട് ബാക്കിയുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു, ഒറ്റ ലീവും ഇല്ല. പിന്നെ നമുക്ക് ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപാവലി ആഘോഷോളൂ. 8-ാം തീയതി ഞായറാഴ്ചത്തേക്ക് മാറിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചോളൂ. പക്ഷെ ഞായറാഴ്ച ലീവ് ഉള്ള ദിവസം കഴിഞ്ഞ വർഷം പടക്കം പിടിച്ചു ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ലീവ് മിസ്സാകാണ് അവിടെ ചെയ്തത്. ശരിക്കും ഒരു വേറെ എവിടെ വരേണ്ടതായിരുന്നു, അത് കയറിയായിട്ട് സൺഡേ വന്നു. യെസ്, അടുത്തതിലേക്ക് പോകുമ്പോൾ ഡിസംബർ മന്തിൽ നമുക്ക് ക്രിസ്മസിന്റെ ലീവ് ഉണ്ടാവും. പക്ഷേ രണ്ടാം പാദവർഷ പരീക്ഷ തുടങ്ങാൻ പോകുന്നത് 10-ാം തീയതി തുടങ്ങി 18-ാം തീയതി അവസാനിക്കുന്ന പറഞ്ഞത്. 19 മുതൽ 27 വരെ മക്കൾ അടിച്ചു പൊളിച്ചോളൂ. കണ്ടിന്യൂസ് ആയിട്ട് 28-ാം തീയതി വീണ്ടും സ്കൂളിലേക്ക് പോവാ അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ജനുവരി മാസത്തിലേക്ക് വരുമ്പോഴും നമുക്ക് എക്സ്ട്രാ ലീവുകളായിട്ട് വരുന്നത് മന്നം ജയന്തി ഉണ്ടെങ്കിൽ പോലും അത് ശനിയാഴ്ചയായി പോയി സാറേ. ശനിയാഴ്ചയാണ് മന്നം ജയന്തി. ശനിയാഴ്ച ഇവിടെ ഉണ്ടായിരുന്ന ഒരു വർക്കിംഗ് ഡേ പോയിട്ടുണ്ട്. പക്ഷേ 26-ാം തീയതി ലീവ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സന്തോഷിക്കാൻ ആവശ്യമില്ല. 26-ാം തീയതിക്ക് പകരം ഇതാ 30-ാം തീയതി നിങ്ങൾക്ക് വീണ്ടും വർക്കിംഗ് ഡേ ആണ്. അത് വരുന്നത് ഹൈസ്കൂളിന് മാത്രമാണ് വർക്കിംഗ് ഡേ വരുന്നത്. അതിന്റെ കാര്യം അതായത് നിങ്ങൾക്ക് ഹൈസ്കൂളുകാരോട് പറയുന്നത് പഠിച്ചോളുക. നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന സമയം ചെലവഴിക്കുക എന്നുള്ളത്. പഠിക്കുക വീണ്ടും പഠിക്കുക. യെസ്, നെക്സ്റ്റ് വരുമ്പോൾ ഫെബ്രുവരി മാസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മോഡൽ എക്സാം നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഫെബ്രുവരി. സന്തോഷിക്കാനുള്ള ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. 28 ദിവസമായിട്ട് അതിൽ 4 ദിവസം ഇവിടെ സൺഡേ ഉണ്ട്. വേറെ കാര്യമായിട്ട് സന്തോഷമൊന്നുമില്ല. 4 ദിവസം സാറ്റർഡേ ഉണ്ട്. കാര്യമായിട്ട് സന്തോഷിച്ചോളൂ. ഇതിൽ നമുക്കൊരു 1 വീക്ക് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. മോഡൽ എക്സാം ആയിരിക്കും 15 മുതൽ ഈ ഒരു ഗ്യാപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലോ ആയിട്ട് നമ്മുടെ മോഡൽ എക്സാം തുടങ്ങുകയാണ് അല്ലെ. ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി തുടക്കം മുതലേ എക്സാം ആണ്. SSLC-ക്കാരെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വീക്ക് സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ ലാബ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് വരും അല്ലെ. യെസ്, ഇനി നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. ഇത് ദാറ്റിന്റെ ബർത്ത്ഡേ 9-ാം തീയതി. വളരെ മോശം ഡേ 9-ാം തീയതി. ഓക്കെ, അപ്പൊ മിക്കവാറും ഈ വർഷം പരീക്ഷ തുടങ്ങാൻ സാധ്യതയുള്ള നമ്മളെ എക്സാമുകളാണ്, മാർച്ചിൽ നടക്കുന്ന എക്സാമുകളാണ്. എക്സാമിന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അറിയിക്കും. അതിൽ 2 ദിവസം ലീവ് വരുന്നുണ്ട്. ഒന്ന് 25-ഉം 26-ഉം. ഈ പ്രാവശ്യം ഈസ്റ്റർ നേരത്തെയാണ്, മാർച്ചിൽ തന്നെ ഈസ്റ്റർ ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു അവധികൾ തിരിച്ച് പിറകോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് പകരം 27-ന് ഒരു എക്സാം ഉണ്ടാവും. ഒരു എക്സാം ഉണ്ടാവും, ഉറപ്പാണ് അല്ലെ. 27-ാം തീയതി വർക്കിംഗ് ഡേ ആക്കിയതിന്റെ റീസൺ അവിടെ ഒരു എക്സാം നടത്താം. ഈസ്റ്ററിന്റെ ഇതിന്റെ ഇടയിലായിട്ടൊരു എക്സാം ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇവൻ അത് അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. 10-ാം തീയതി പെരുന്നാളിനുള്ള ചാൻസ് ഉണ്ട്. നോമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. യെസ്, ഇനി ഏറ്റവും സന്തോഷമുള്ളത് ഫുൾ ലീവാ. അടിച്ചു പൊളിച്ചോളാം അല്ലെ. വീണ്ടും ഫുൾ ലീവാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങൾക്ക് ഫുൾ ലീവാണ്. അപ്പൊ ഏകദേശം വിദ്യാഭ്യാസ കലണ്ടർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു പാറ്റേണിലേക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീവ് മാക്സിമം കുറച്ചുകൊണ്ടാണ് നോക്കിയിട്ടുള്ളത്. സോ ഇതുപോലത്തെ ബിഗ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ബൈ.